അപ്പൊ ഓണമൊക്കെ ഇനി എത്തിയില്ലേ? എല്ലാരും ചോദിച്ചു തുടങ്ങി ഉപ്പേരി വറുക്കുന്നില്ലേ എന്ന്. ഇന്ന് പച്ചക്കറിക്കാരൻ്റെ ഞാനും മേടിച്ചു 2 കിലോ കാ. അപ്പൊ നമുക്കിത് കൊണ്ട് ഉപ്പേരി വറക്കാം. എന്റെ ആരോഗ്യസൂട്ടന് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പേരിയൊക്കെ വറക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല കുഞ്ഞിനെയും കൊണ്ട്. എന്നാലും ഞാൻ 2 കിലോ കാ മേടിച്ചു. അപ്പൊ ഇത് നമുക്ക് ഇതുകൊണ്ട് ചെറിയ രീതിയിൽ ഉപ്പേരി വറക്കാം. നമുക്കിത് പൊളിച്ച് വെള്ളത്തിലിടാം. അപ്പോൾ കുറെ കറ പോകും. അതിന് വേണ്ടി അതിൻ്റെ പാത്രം എടുത്തിട്ട് വരാം. അതിനിടയ്ക്ക് ഞാൻ ആരൂസ് ഇങ്ങനെ ഓടി ഓടി വരും. എൻ്റെ മോന് ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മ. ഹായ് പറഞ്ഞേ, ഹായ്. ഇത് വെച്ചിട്ട് എൻ്റെ മോനമ്മ ഉപ്പേരി ഉണ്ടാക്കി തരാം കേട്ടോ. അവൻ ആ കായ എടുത്തോണ്ട് പോകാൻ നോക്കുന്നു. അതിൽ കറ കാണൂടാ. അങ്ങനെ കായെല്ലാം പൊളിച്ച് വെള്ളത്തിലിട്ടേക്കും കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, നമുക്കങ്ങ് ഉണ്ടാക്കാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു 2-3 വെള്ളം കഴുകി എടുക്കാം കേട്ടോ. ഞാൻ ഫോൺ ഒരു കൈ പിടിച്ചേക്കും, അതുകൊണ്ടാണ് ഷേക്ക് ആവുമായിരിക്കും. ഇതിലൂടെ കഴുകി ഇതിലോട്ട് വയ്ക്കാം. അതെ, അപ്പോൾ ഞാൻ വെള്ളം അത് കഴുകി ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒന്ന് വയ്യട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ വെള്ളം ഇച്ചിരി ഒന്ന് തോർന്ന് കഴിയും. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലെ വെള്ളം മാറുമായിരിക്കും. ഞാൻ ഇതിൽ ഉണ്ടാക്കാം. ചിപ്സ് ഉപ്പേരിയൊക്കെ വറുക്കാനും ഒക്കെ അച്ചാറിടാനൊക്കെ മറ്റേ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ ഇല്ല ഇരുമ്പ് ചീനിച്ചട്ടി. കുറേ നാളുകൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, വാങ്ങണം. അപ്പോൾ നമുക്കിത് ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രാത്രി ആയതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അതുപോലെ വീഡിയോ ഫോണിൻ്റെ എടുക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി കുറവും ഉണ്ട്. കുറച്ചെണ്ണ മതി, കുറച്ച് കാര്യമുള്ളൂ. അതുകൊണ്ട് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ വേറൊരു ബെസ്റ്റ് കാര്യം കാണിച്ചു തരാം കേട്ടോ. സവാള കട്ട് ചെയ്യാനും വേണ്ടിയത്. സവാള കട്ട് ചെയ്യാനും ഉപ്പേരി വറുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കായൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്കാണെങ്കിൽ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. ഒരു ഫാമിലി ഉണ്ട്. അവർ മേടിച്ചുകൊണ്ട് വന്നത്. ആ ചേട്ടൻ മേടിച്ചു തന്നത് കേട്ടോ. അവിടെ ചേച്ചിയുടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്കൂടെ ഒരെണ്ണം മേടിച്ചിട്ട് വന്നു. പക്ഷെ നല്ല ഉപയോഗം, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നല്ല ഇതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. വളരെ സിമ്പിൾ. നമ്മൾ പണ്ട് ഈ കൈ കൊണ്ട് അരിയുന്ന അതുപോലെ കഷ്ടപ്പെടണ്ട. ഞാൻ ഡയറക്റ്റ് എണ്ണയിലോട്ട് തന്നെ ഇതാക്കിയിടുക. കാരണം നമ്മളല്ലാതെ അരിഞ്ഞ് വെച്ചിട്ട് എടുത്തിടാന്ന് വെച്ചാൽ പാട് ഓരോന്നായിട്ട് ഇടണം. ഇതിപ്പോൾ ഞാൻ അല്ലാതെ അതിലോട്ട് തന്നെ അരിഞ്ഞിടാൻ പോവാം. എണ്ണ ഏതാണ്ട് നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലോട്ട് തീ കുറച്ച് വെച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാ പേരുടെ വീട്ടിലും കാണും കേട്ടോ. എനിക്ക് അറിയാം. അതായത് ഇതിലിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ എത്ര കട്ടി വേണമെന്നുള്ള അനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ തിരിക്കി കൊടുത്താൽ കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം. നല്ലൊരു സംഭവം കേട്ടോ. എനിക്ക് പക്ഷേ ഇത് വലിയ കാര്യമാണ്. ഇങ്ങനെ ഉപ്പേരിയൊക്കെ വറുക്കുന്ന സമയത്ത് മിക്കവരുടെ കയ്യിലും കാണുമല്ലോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഉപ്പേരി വറുക്കാം. ഈ കായുടെ 2 അറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതങ്ങനെ ഞാൻ ആ തൊലി എടുക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്തുകൊണ്ട് അതിൽ വലിയ ഇതില്ല. അപ്പോൾ നമുക്കിത് അരിഞ്ഞു കൊടുക്കാം. ഇതിലോട്ട് എണ്ണയിലോട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. അത് വളരെ ഈസി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ. ഓണമായിട്ട് ചിലരുടെ വീട്ടിൽ എല്ലാവരും കൂടെ വളർന്നിരുന്ന് ഇങ്ങനെ ഉപ്പേരിയൊക്കെ വറുക്കുന്ന അതൊരു രസമുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചോടെയാണ്. എല്ലാ വിരുന്നാലും ഇങ്ങനെ മാറി താമസിക്കുന്നതൊക്കെ ഉണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരിക്കൽ അതുപോലെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പേരും ഉണ്ടായിരുന്നു. ഇതുപോലെ വളഞ്ഞിരുന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി റേഷൻ്റെ വീട്ടിൽ വെച്ചാൽ അന്ന് നല്ല രസമായിരുന്നു. അന്ന് മാത്രമേ അങ്ങനെ ഓണം കൂടിയിട്ടുള്ളൂ. എല്ലാവരും ഒന്നിച്ച് കാണിച്ചു തരാം. ഇതേണ്ടേ
കണ്ടോ, ഞാൻ ഇത്രയും എണ്ണയിൽ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചോളൂ, കാരണം കുറച്ചല്ലേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചോളൂ. അതിൽ ഇങ്ങനെ മുങ്ങത്തക്ക രീതിയിൽ, എണ്ണ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ എന്ന് വെച്ചാൽ ഫുൾ ആ എണ്ണ കവർ ചെയ്ത് ഞാൻ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരേ ഷേപ്പിൽ ഇതായിട്ട് വന്നിരിക്കുന്നു. ഞാൻ അരിയാൻ പോയിരുന്നുണ്ടെങ്കിൽ പലതും പല ഷേപ്പായി പോയേനെ. ഇത് കണ്ടോ, ഇപ്പം എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടിക്കാണും. ഇനി നമുക്ക് തീ ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുമായിരുന്നു, മറന്നു. ഇപ്പോൾ ഇച്ചിരി കൂട്ടി വെച്ച് കേട്ടോ. ഇനി നമ്മളിതിട്ട ഉടനെ ഇളക്കരുത്. പകുതി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്, അത് ചെയ്യാം. എനിക്ക് വെള്ളം പഴകിക്കളയാൻ ഭയങ്കര വിഷമം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അത് വേറെ കപ്പിലോട്ട് ഒഴിച്ച് വെച്ചു. നമുക്ക് ഈ കപ്പിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി എല്ലാവരും ഇടത്തില്ല, പക്ഷെ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം. ഇപ്പം ഇത് നടിയട്ടെ. എന്തിനാണെന്നറിയാം, ഇതൊന്ന് പകുതി മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് തളിച്ചെടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടി അതിലോട്ട് തളിച്ചെടുക്കാം. മറ്റേ എടുത്തിട്ട് നമ്മൾ തളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടവും പെർഫെക്റ്റ് ആയിട്ട് ആവത്തില്ല. ഇതെൻ്റെ മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത്രയും ഒന്ന് വെന്താലേ, മുക്കാലായില്ല കേട്ടോ, പകുതി ആയിട്ടുള്ളൂ. ഇത്രയെങ്കിലും ഒന്ന് വേവുമ്പോഴേ നമ്മളിത് തവിയിട്ടൊന്ന് ഇതാക്കാവും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം മറ്റേ ഇങ്ങനെ വെന്ത് കിടക്കുന്ന കായില്ലേ, അപ്പം നമ്മൾ ഇച്ചിരി മുരുമുരാന്ന് കേൾക്കുമ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാവും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കുന്നില്ല, ഉടഞ്ഞിങ്ങനെ പായസപ്പരി പോയി കിട്ടും. അതാ ഇത് നമ്മളൊരു മുക്കാൽ ഭാഗമാകുമ്പോൾ കുറേച്ച് തന്നെ ഇങ്ങനെ ആക്കി വിട്ടു കൊടുത്താൽ ചെറിയ ഈ കിരികിരാന്ന സൗണ്ട് എത്തില്ലേ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ആവാനുണ്ട്, ആവട്ടെ, കുറച്ചുകൂടെ ആവാനുണ്ട്. എന്നാലും ഒരുവിധമായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ഉപ്പേരി വറുക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് വറുക്കുന്നത്. ഇതിൽ നല്ലതായിട്ട് എല്ലാവരും ഉപ്പേരി വറുക്കും ആയിരിക്കും. ഞാനിങ്ങനെയാണ് വറുക്കുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഉപ്പേരി വറുത്ത്. പിന്നെ വല്ലപ്പോഴും ഓണത്തിന് ഇങ്ങനെ എല്ലാവരും ചോദിക്കുമല്ലേ, അപ്പോൾ കുഞ്ഞിനും ഇച്ചിരി വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വറുക്കുക. എന്നാലും ഇത് തീരെ നല്ല നൈസായി പോയി. കുഴപ്പമില്ല, കുഞ്ഞിന് കടിക്കാൻ പറ്റും. നല്ല നൈസായി കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഞാൻ ഇച്ചിരി നൈസായിട്ടാണ് എടുത്തത്. കുഞ്ഞിന് കടിക്കാം, നല്ല മുരി. അവനെല്ലാം ഈ കരിപിരാന്നിരിക്കുന്ന സാധനങ്ങൾ കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ നല്ലതുപോലെ ഒരുവിധം വെന്തിട്ടുണ്ട്, നല്ല കരിപിരാന്ന് കേൾക്കുന്നുണ്ടോ. ഈ സമയത്ത് നമുക്ക് എല്ലാവരും മഞ്ഞപ്പൊടി ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇതിലോട്ട് അങ്ങ് ഇടുക. പൊട്ടിത്തെറിക്കും, വെള്ളമല്ലേ. പൊട്ടിത്തെറിച്ചില്ല. ഞാൻ വിചാരിച്ചു വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമായിരിക്കും. കുറച്ച് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ മഞ്ഞപ്പൊടി കൂടെ മിക്സ് ചെയ്ത വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കാം. മതിയായിരിക്കും. എന്നിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇളകി വരും. ഇപ്പോൾ അത് കറക്റ്റ് കണ്ടോ, പരുവായി. ഓരോന്നായിട്ടാണ് കിടക്കുന്നത്. അത് കാണാമോ? മേലെ കണ്ടോ കരിവില. ഇപ്പം റെഡി ആയിട്ടുണ്ട് ചിപ്സ്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. ഈ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ബാക്കി കരിഞ്ഞു പോകണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കരിപിരാ മുളകാ ചിപ്സ് ഉണ്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ കഴിയിട്ടപ്പോൾ. അപ്പോൾ ഇതുപോലെ അടുത്ത സ്റ്റെപ്പ് കൂടെ അരിഞ്ഞിടാം. കുറച്ചുകൂടെ ഇതുപോലെ നമുക്ക് എണ്ണയിലോട്ട് അരിഞ്ഞിടാം. അടുത്തത് ഞാൻ അതുപോലെ വേണ്ട എണ്ണ അപ്പം നമ്മുടെ ചിപ്സ് കൊതിയൻ ആര് പിന്നെ അല്ലേ നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയല്ലോ. ചൂടുണ്ടോ? ഇല്ല, ചൂടില്ലല്ലോ. അവന് വാരി എടുക്കാൻ നോക്കി, അടിയിൽ ഇച്ചിരി ചൂടുണ്ടായിരുന്നു. ചിപ്സ് മോനെ ബൗളിൽ തരാം.
മൂന്ന് ബൗളിട്ട് തരാം. തണുത്ത നോക്കിയിട്ട് തരാം. ചെറുതായിട്ട് ചെറിയ ചൂടുള്ള അവ ഇങ്ങനെ മിക്സ് ചെയ്തു. അപ്പോഴത്തേക്ക് തരാം. എമ്മി അതെല്ലാം വാരി എടുക്കാൻ നോക്കുക. അവൻ്റെ ബൗളിലെടുത്തതും കൊണ്ടാവും പോവാ. കുഞ്ഞു പോ. ചിപ്സും കൊണ്ട് അവിടെ വന്നിരിക്കും. എൻ്റെ കുഞ്ഞാണോ ചിപ്സ് ചോദ്യനാണോ? എൻ്റെ കുഞ്ഞ് ചിപ്സ് ചോദ്യനാണോ? ആരുസ് ബാബ ചിപ്സ് ചോദ്യനാണോ? ആരുഷിൻ്റെ ചിപ്സ് ഉണ്ടോ? ചിപ്സ് അമ്മ ഉണ്ടാക്കി തന്ന ചിപ്സ് എങ്ങനെയുണ്ട്? ഇവിടെ എങ്ങും അല്ല ഏട്ടാ, ഇവിടെ നോക്കുന്നതെന്നല്ലേ ഇതേണ്ട ടി വിയിൽ പാട്ട്, എപ്പോഴും പാട്ട് കേൾക്കണം. കോക്കോമിലാൻ ചിപ്സ് എങ്ങനെയുണ്ട്? എമ്മി അമ്മയുടെ ചിപ്സ് എമ്മി കാണിച്ചേ. എമ്മി ആണോ? എമ്മി അത്രേ ഉള്ളൂ. ഇന്ന് രാത്രി ആയതുകൊണ്ട് മോൻ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങളെ ഓണത്തിന് ഉള്ള ഉപ്പേരി റെഡി. ഓണം വരെ ഇരിക്കുമെന്ന് അറിയത്തില്ല. ഇരിക്കും. ഇനിയിപ്പോൾ 2-3 ദിവസമല്ലേ ഓണത്തിന്. ഓണം വരെ ഇരിക്കും. എൻ്റെ ചിപ്സ് കുതിയാൻ ആരുഷിൻ്റെ ഉപ്പേരിയും. ഇനി അമ്മ ആരുഷിന് കടയിൽ നിന്ന് ഉപ്പേരി വാങ്ങത്തില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കി തരാവേ. എമ്മി ചിപ്സ് കുറിക്കുക, ടി വി കാണുക. ഇതാണ് ആരുഷിൻ്റെ പണി. പാട്ട് ചിപ്സ്. അമ്പാടിക്കുട്ടൻ എൻ്റെ ചിപ്സ് കൊടുത്ത് നോക്കാം. രണ്ടെടുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറ. അമ്മ ആദ്യം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായി തന്നിട്ടുണ്ടോ? ഉണ്ടായി തന്നിട്ടുണ്ട്. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇതിനേക്കാളും നല്ലതായിട്ട് എല്ലാവരും ചിപ്സ് ഉണ്ടാക്കും മക്കളെ. അമ്മ നിങ്ങൾക്ക് ഉണ്ടായി തന്നിട്ട് ഇതന്നേ ഉള്ളൂ. കരിമുര എന്നുള്ള ചിപ്സ് റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചോളൂ. ഞാൻ 2 ചിപ്സ് ഇപ്പോഴും എടുത്ത് കഴിച്ചു നോക്കിയേ. പക്ഷേ എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നല്ല ചിപ്സ്. ഈ വീട്ടിൽ കടയിൽ നിന്ന് ചിപ്സ് വാങ്ങൽ നിർത്തി. ഓരോ കിലോ ആയാലും ഇനി ഞാൻ കാവ് വാങ്ങിച്ചുണ്ടാക്കും. നല്ല ടേസ്റ്റ്. കടയിൽ നിന്ന് വാങ്ങി നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. സത്യം ഞാൻ കളവുന്നില്ല. എന്നെക്കാളും നല്ലതായിട്ട് നിങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും ഇതിൽ നല്ലതായിട്ട് ഉണ്ടാക്കുന്നവർ കാണിച്ചാൽ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ കൊതി വരും കേട്ടോ. ഞാൻ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ്.